ഇത്രയും കാലം എവിടെ പോയിരുന്നോ നായിന്റെ മോനെ നീ? ജമാഅത്ത് മൊത്തം അറിയണം, എല്ലാരും അറിയണം. അപ്പുറത്തിരിക്കണ എന്റെ തള്ളേന്നെ നിനക്ക് അവിടെ കയറ്റി ചായ തന്നിട്ടുണ്ടെങ്കിലേ നീ എന്റെ തള്ളേനെ കെട്ടിക്കോടാ നായിന്റെ മോനെ. നായിക്കുണ്ടായോനെ പട്ടി. 10 വർഷമായടാ ഇവിടെ കൊച്ചിന് എന്തുകൊണ്ടാണ്ടാ വേറെ വാപ്പാന്ന് വിളിക്കാൻ കഴിവുണ്ടായിട്ടെന്ന് അറിയുമോ? 21ാമത്തെ വയസ്സിലാണ്ടാ പട്ടിക്കുണ്ടായോനെ നീ തൊലാക്കിയല്ലിയത്. മൈരന്റെ മോനെ, മൈരന്റെ മോനെ. ചാവടെ പന്നിക്കൊണ്ടോയാലേ 3 കൊച്ചുങ്ങൾ അനാഥരാക്കിയിട്ടല്ലേടാ നിന്റെ പെണ്ണിനെ അൻസീനെ വിളിച്ച് അവിടെ നീ നിർത്തിയിരിക്കുന്നത്. നായിന്റെ മോനെ നീ അവള് കത്തെഴുതി വെച്ചിട്ട് പോയി. നീ കത്ത് ഞാൻ പബ്ലിക് ഇടട്ടാ. നീ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? എന്റെ മോളെന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയടാ? നീ ഒരു ഉടുക്ക തുണി അടിച്ചു കൊടുത്തിട്ടുണ്ടാ പട്ടി. 10 വർഷം കൊണ്ട് എത്ര പെരുന്നാൾ വന്നടാ നായിന്റെ മോനെ. എവിടെ പോരുന്നതാ നീ? ഷായിദായിന്ന് വലിച്ചിറക്കട്ടായിക്കാ. ഇതെല്ലാം ഒപ്പിച്ച് അകത്ത് കയറി ഇരുന്നിട്ട് മഞ്ജുവിന്റെ പേരിലോ എന്റെ വാപ്പാന്റെ എന്റെ ഈ മസൂറയുടെ പേരിലോ നീയോ അതിന്റെ ഈ ചാനലിൽ ഇട്ട് കഴിഞ്ഞാ നിന്നെ ആട്ടപ്പടലം ഞാൻ പൊക്കും. ഇത് ഞാനാണ് പറയുന്നത്. നിനക്കറിഞ്ഞൂടാ ഈ ചാനൽ ഇടാടാ. അവരെ തയ്യാറി നിനക്കറിഞ്ഞൂടാ. എവിടെടുത്തൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്റെ സ്വഭാവം അറിയാം. എന്നെ ഇറക്കരുത്. നീ ഇറക്കി കഴിഞ്ഞാണ്ടല്ല മൊത്തം തെളിവും കൊണ്ട് പോയിട്ട് നിന്നെ അവിടെ വന്ന് ഞാൻ തൂക്കും. ഇത് ഞാനാ പറയുന്നത്. ഈ നജിലാടത്ത് ചോദിച്ചാൽ പട്ടിക്കുണ്ടായോനെ, പന്നിക്കുണ്ടായോനെ. മുതുക്ക് കാലത്ത് എന്നെ 27 വയസ്സെന്നും പറഞ്ഞല്ലേടാ പട്ടി വന്ന് കെട്ടണോനെ. ഇപ്പം മസറൂറാരെ പാവാട നോക്കി നോക്കാൻ വന്നേക്കട. എന്റെ തള്ള ഒറ്റൊരുത്തിയാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത്. എന്റെ തള്ള ഒറ്റൊരുത്തി. നിന്നെ രഹസ്യമായിട്ട് എന്റെ തള്ള വിളിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ തള്ളേറെ കഴിവുകേട്, ഞാനല്ല. എന്ത് ഇതിപ്പോ ഇവിടെ നിന്ന് നിൽക്കാം. നീ മുഖ്യമന്ത്രിക്ക് ഏത് നായിന്റെ മോനെ കൊറ പന്നിക്കുണ്ടായോനെ. 10 വർഷം നീ എവിടെ പോയടാ? നിന്റെ കൊച്ചിനെ വെച്ചിട്ട് ഒരിക്കലും ഞാൻ ഇറന്നിട്ടില്ല. എടാ ഞാൻ ഇപ്പൊ നിന്റെ കാല് പിടിച്ച് എനിക്ക് റീചാർജ് ചെയ്യാൻ നിന്റെ പറയെന്തിനടാ? 30-30,000 രൂപ വരുമാനമുള്ള 10-25,000 രൂപ വരുമാനമുള്ള പന്നിക്കുണ്ടായോനെ. എനിക്ക് നിന്റെ പറയെന്തിന്? എന്റെ കാറ് പാവാടവള്ളി നിന്റെ പെണ്ടാട്ടിയാൻ റാൻസി ഹോട്ടലിൽ പണിയല്ല കണ്ടോക്ക് ഉരിഞ്ഞു കൊടുക്കണോള്. നായിന്റെ മോളെ നീ ബീൻ ഫാമിലിയെ വിളിച്ച് നീ 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 എന്തൊരു കുരയ്ക്കണത്? നീ എന്തൊരു കുരയ്ക്കണത്? നിന്റെ വീട്ടിൽ നിന്നാണ് നീ കുടിച്ചോണ്ട് തലാക്കിയില്ലണത്. നീ നിന്റെ പെണ്ടാട്ടീൻ്റെ അടുത്ത് വിളിച്ചോണ്ട് വന്നപ്പോ പറഞ്ഞു. നീ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേല്ലേ? എനിക്ക് അകടത്തി തന്നല്ലല്ല, നീ വിളിച്ചോണ്ട് വന്നേനെ. എന്റെ കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലേ മൂഞ്ചിക്കൊടിയെന്ന് എന്റെ തള്ളയിലേ പറഞ്ഞത്. മൂഞ്ചിക്കൊടി. പഠിച്ചവനെ എന്തൊക്കെ തെറികളാണ് ഈ നെജില വന്നിട്ട് പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നത്? ശരിക്കും ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ റഹീം മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ അവർക്ക് പബ്ലിക്കായിട്ടല്ല പറഞ്ഞേക്കുന്നത്, പ്രൈവറ്റ് ആയിട്ട് അവരുടെ വാട്സപ്പിലാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാതെ റഹീം ഒരു ചാനൽ തുടങ്ങി അതിൽ കൂടി പബ്ലിക്കായിട്ടല്ല ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇവർക്ക് തിരിച്ച് തെറി പറഞ്ഞ് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ വാട്സപ്പിൽ അത് തിരിച്ച് റിപ്ലൈ കൊടുക്കാമായിരുന്നു. അതിന് പകരം ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെ തെറി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടുമ്പം എന്താണ് ഇവിടെ ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് റഹീം കാണാനോ? അത് പ്രൈവറ്റ് ആയിട്ട് അത് വാട്സപ്പിൽ ഇട്ടാൽ അയാൾ കാണില്ലേ? അയാൾ കാണും. അതല്ല ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നിരുന്ന് തെറി പറയുന്നതിന് യാതൊരു ഉളുപ്പും തോന്നുന്നില്ല. ശരിക്കും ഇവളുടെ വില ഇവള് തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്റെ കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലേ മൂഞ്ചിക്കൊടിയെന്ന് എന്റെ തള്ളയിലേ പറഞ്ഞത്. മൂഞ്ചിക്കൊടി നീ. പിന്നെ ഒരു കാര്യം കൂടെ, അവളെ സേഫ്റ്റിയാണ് എന്റെ മോളെ സേഫ്റ്റിയാണ് ഞാൻ നോക്കുന്നത്. കണ്ടവന്മാരുണ്ടായ പിന്നെ മക്കളെ കാര്യം. എടാ നിന്റെ മോള് കഴിവില്ല. നിന്റെ കഴിവുകേട് കൊണ്ടാണ്ടാ നിന്റെ മോള് കണ്ടോരെല്ലാരും വാപ്പാന്ന് വിളിക്കണത്. നിന്റെ കഴിവുകേട് കൊണ്ടാണ് നിന്റെ മോളെ. നീ മോളെന്ന് ഇപ്പൊ പറയണുണ്ടല്ലോടാ പന്നിക്കുണ്ടായോനെ. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ നീ എപ്പ കണ്ടനേടാ പൂറിയുടെ മോനെ? നീ എപ്പ കണ്ടേനാ? നീ എന്തിനാ മൂഞ്ചി കളയോന്ന് പറഞ്ഞ് സെക്സ് വീഡിയോ അയച്ചായിരുന്നല്ല? നീ കഴുത്ത് വെട്ടി താഴോട്ട് വെച്ചിട്ട്. എടാ നിന്റെ അടുത്ത് എനിക്ക് മൊബൈലിൽ റീചാർജ് ചെയ്യേണ്ട കാര്യം നിൽക്കെന്തിന്? എനിക്കിവിടെ കൈകളിയിൽ പൈസ അടക്കയല്ലേ? അല്ലെങ്കിൽ എനിക്ക് നിന്റെ എന്തിനു മോളെ ഞാൻ 2,500 2,800 ചെലവാക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ? എടാ നിന്റെ മോളെ നീ വേണമെങ്കിൽ പോയി കണ്ടോടാ പട്ടി. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. നീ കബറി കിടക്കണേനെ എത്ര വരെ കണ്ടടാ? പന്നിക്കുണ്ടായനെ. നീ ഇത്ര നാളെ എവിടെ പോയിരുന്നടാ ചത്തോനെ? നിന്റെ ഉമ്മ എന്താ വിളിച്ച് കുതി മോനെ പറഞ്ഞത്? നീ ആ പൊട്ടി പെണ്ണിനെ അടിച്ചിട്ടാണ് വെളിയിൽ ഇറങ്ങി പോയി കിടന്നേന്ന്. നായിന്റെ മോനെ, നീ എന്റെ ഭർത്താവിനെ കുറെ നേരം കൊണ്ട് വിളിച്ച് മെസ്സേജ് അയച്ച് നീ ഭീഷണിപ്പെടുത്തുന്നു. നീ ഷാഹിദാരോട് ഉണ്ടാക്കിയാതി. പോസ്കോ കേസിൽ അകത്തിയല്ലോ. നീ ചൊനയുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ പന്നിക്കുണ്ടായോനാണെങ്കിൽ നീ പോസ്കോ കേസിൽ കൊടുത്താണ്. നിന്റെ മോളെ സേഫ്റ്റി പറി. നിന്റെ മോളെ സേഫ്റ്റി. നീ ഇത്രയും കാലം എവിടെ പോയിരുന്നടാ? ഷാഹിദ് എവിടെ പോയിരുന്നു ഇത്രയും കാലം? ജമാൽ എവിടെ പോയിരുന്നു ഇത്രയും കാലം? ഞാനൊരു കാര്യം പറട്ടെ. അന്ന് ഞാൻ തള്ളേരെ അടുത്ത് നോക്കാൻ പറഞ്ഞു കേട്ടാ. തള്ളേരെ അടുത്ത് നോക്കാൻ പറ്റുമ്പോ കണ്ടോന്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഇപ്പം നായിന്റെ മോ റഹീമുമായിട്ട് ബന്ധം തള്ളക്കി.
ഈ തള്ളക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടാ? ഷാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് മസറൂറെ അവിടെ നിന്ന് മാറ്റിയത്. അതിനും കാരണക്കാരി നെജില തന്നെയാണ്. കാരണം അവൾക്ക് ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പറയുന്നതാണ് ഷാൻ കുടിയനാണ്, പെണ്ണുപിടിയനാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ വന്നിരുന്നിട്ട് വിളിച്ചു പോകുന്നത് നെജില തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നെജിലയുടെ വീട്ടുകാർക്കായാലും മസറൂറയുടെ വാപ്പ റഹീമിനായാലും തീർച്ചയായിട്ടും കൊള്ളും. ഇതിനെല്ലാം വഴിയൊരുക്കി വെച്ചു കൊടുക്കുന്നത് തന്നെ നെജിലയാണ്. അവന് വേറെ അവിഹിതം ഉണ്ടായിരുന്നോ അവിഹിതം ഇല്ലായിരുന്നിട്ടാണ് എന്നെ 10-33 വയസ്സിൽ മൂക്കി പല്ലി മുളച്ചിട്ട് അവൻ കെട്ടിയത്? മൂക്കി പല്ലി മുളച്ച സമയത്ത് അവൻ കെട്ടിയത് പറ. എന്റെ ഉമ്മായ വരെ വേണോന്ന് പറഞ്ഞവനാണ് എൻ്റെ കൂടെ. നിന്റെ ഉമ്മായെ എനിക്ക് ഒറ്റയ്ക്ക് മേയ്ക്കാൻ പറ്റുമെന്ന്. അവ ഇപ്പൊ ഈ തള്ള ഒരൊറ്റൊരാളെ പ്രശ്നം കൊണ്ടാണ് ഈ പബ്ലിക്. നായിന്റെ മോള് രായമ്മേനെ വിളിച്ചു, എടാ കൊച്ചിനെ നീ പാവാട പൊക്കി നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഇത്രയും കാലം കൊന്നില്ലല്ലോടാ, കൊന്നില്ലല്ലോ, കൊന്നാ ഞാൻ ഇത്രയും കാലം കൊന്നാ? അവൻ പറഞ്ഞതാണ് പോസ്കോ കേസിൽ അകത്തുമല്ലോ എന്ന്. അവന് അവളെ പഠിപ്പിച്ച് ഒരു അടിസ്ഥാനം എത്തിച്ച് അവളെ 2600 സംതിങ് രൂപയാണ് അവളെ ഫീസ് അടച്ച് അവക്കൊരു അടിസ്ഥാനം കൊടുത്തപ്പോ പോസ്കോ കേസിൽ, എടാ നായിന്റെ മോനെ നിനക്ക് എത്രയാടാ നീ തന്തേന്ന് പറഞ്ഞ പട്ടി, നിനക്കിത് പറയാൻ എന്റെ നാവ് എങ്ങനെയാ പുഴുത്തോനെ ഉണ്ടായെന്ന് പോസ്കോ കേസിൽ. എടാ നീ കൊണ്ടുചെന്ന് നീന്റെ കൊച്ചിനെ കൊടുക്കടാ, ചൈൽഡ് ഇതിൽ കൊടുത്തിട്ട് നീ അതിന് നിയമവിധേയമാക്കടാ പട്ടി. ഷാൻ തൊട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടെങ്കിൽ പന്നി, നീ ഭീഷണിപ്പെടുത്തുന്ന നായിന്റെ മോനെ എന്തൊരു തന്തടാ. പോസ്കോ കേസിൽ നീ മൂഞ്ചിയാണടാ പന്നി, പന്നി നീ മൂഞ്ചി കളഞ്ഞാണ്. എടാ ഇറങ്ങാൻ പോവേനടാ. എനിക്ക് നോക്കേണ്ട കാര്യം ഞാൻ പൊതുവായിട്ട് പറയാണ്. എനിക്ക് എന്തിനാ നോക്കേണ്ട കാര്യം? ഇവള് ഒന്ന് എന്റെ കൂടെ ആദ്യമായിട്ട് കെട്ടി. എടാ പെമ്പിള്ളാരാകുമ്പോഴത്തേക്കേ വേറെ കെട്ടും. നിന്നെ പോലെ മുതുക്ക് 50 വയസ്സ് എന്റെ അമ്മയുടെ പ്രായത്തിലല്ല ഞാൻ നിന്നെ കെട്ടിയത്. നീ ഞാനും കൂടെ നടന്നു പോകുമ്പോ വാപ്പയും മോളും എന്നാണ് എല്ലാരും ചോദിക്കുന്ന. വാപ്പയും മോളും. നിനക്ക് എന്നെ കാണുമ്പോ സഹിക്കുന്നില്ല. ഷാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണേ, അവൻ ആദ്യത്തേല് അവന്റെ കൂടെ ഇരുന്നിട്ടാണ് സനോഫറിന്റെ കൂടെ ചാടിപ്പോയെന്ന്. അവന്റെ വീട്ടിൽ നിൽക്കവേ പള്ളി മുഖാന്തരം നമ്മ കുടിച്ചോണ്ട് തൊലാക്കിയതാണ്. അതായത് 15 ദിവസത്തിനകം ഈ തൊലാക്ക് ചെല്ലിയ രേഖ കിട്ടാൻ വേണ്ടി 15 ദിവസത്തിനകം അവിടെ നിന്ന് അയക്കണോന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എൻ്റെ രണ്ടാമത്തെ ലൈഫ് തകർത്ത്. എങ്ങനെയാണ് എൻ്റെ തള്ളയെന്ന് പറഞ്ഞാൽ പോസ്കോ കേസിൽ അകത്ത് പോകുമെന്ന് എൻ്റെ ഇക്ക, അവൻ്റെ ഭീഷണി. ഷായിദാര ഒരൊറ്റ കഴിവേട് കൊണ്ട് എൻ്റെ തള്ളയെന്ന് പറയുന്ന തള്ളേരെ ഒരൊറ്റ നാവ് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഈ പ്രശ്നം ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇത്രയും നാളും എടാ ഞാൻ മക്കളെ ഉണ്ടാക്കിയെങ്കിലേ ഹലാലിൽ നിക്കാഹിലുള്ള മക്കളാണ്, അല്ലാതെ നിന്നെ പോലെ ഹറാമിൽ നേരത്തെ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവരികയല്ലേ ചെയ്തത്. കട്ടിൻ്റെ അടിയിൽ നിന്നാണ് പിടിച്ചതെന്ന് എൻ്റെ ഷായിദ നിൻ്റെ കൂടെ രഹസ്യമായിട്ട് വിളിച്ച് രാത്രി പറഞ്ഞ പൊള്ളിയ. നീ എൻ്റെ തള്ളേനെ എന്തിനാണ് വിളിക്കുന്ന? നീ എൻ്റെ തള്ളേനെ എന്തിനാണ് വിളിക്കുന്നത്? നീ എൻ്റെ തള്ളേനെ എന്തിനാണ് വിളിക്കുന്നത്? എൻ്റെ വാപ്പ ഇരിക്കവേ എൻ്റെ തള്ളേനെ എന്തിനാണ് നീ വിളിക്കുന്ന? ഞാൻ എന്തായാലും ഈ ആരെ മുമ്പ് പിന്നെ കൈ നീട്ടിയിട്ടില്ലല്ലോ. ഞാനൊരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൈ നീട്ടി. കാരണം ഈ പെങ്കൊച്ചിനെയും കൊണ്ട് വാടക വീട്ടിൽ ഈ മക്കളെയും പൂട്ടിയിട്ട് കിടന്നുകൊണ്ട് എൻ്റെ സ്വർണവും കൊടുത്ത് എന്നാ യവൻ നഷ്ടപരിഹാരം തരാത്തത്? ഇപ്പോഴും നീ പെറമ്പോക്കിലല്ലേടാ കിടക്കുന്നത്, നിന്റെ വീടിന്റെ പണി കഴിഞ്ഞ. ഈ പന്നീരമോ എന്നെ 2000 സനോഫറിന്റെ ജീവിതം വെച്ച് 3ാമത്തെ ജീവിതത്തിൽ കയറി കളിച്ച് 4ാമത് കഴുത്ത് വെട്ടിവെച്ചുള്ള സെക്സ് വീഡിയോ അയച്ച് അത് നമ്മൾ ചടയങ്ങല സ്റ്റേഷനിൽ കൊണ്ടുപോയി. 5ാമതായി ഇപ്പൊ അവൻ കയറി ഇങ്ങനെ കളിക്കുന്ന മോളപ്പിടിച്ച്. മകള് പോയ വിഷമത്തിലാണ് നെജില വന്നിട്ട് ഇത്തരം തെറികളൊക്കെ പറയുന്നത്. ഇത്തരം പേക്കൂത്തുകൾ വന്നിട്ട് പബ്ലിക്കിൽ കാണിക്കുമ്പോൾ അവള് പോലും അറിയുന്നില്ല അവളുടെ മാനമാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ആ മക്കൾ നാളെ സ്കൂളിലേക്കൊക്കെ പോകേണ്ട മക്കളല്ലേ. ഒരു ഉമ്മയുടെ വായിൽ നിന്ന് ഈ രീതിയിലൊക്കെ കേൾക്കുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളായാലും അധ്യാപകരായാലും ഇവരുടെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് എന്തായിരിക്കും ഈ കുട്ടികളോടുള്ള ഈ സമീപനം? ഇതൊന്നും ഇവക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? എന്തായാലും ഇവക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അവർക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞുകൂടെ? ഈ രീതി വന്നിട്ട് തെറി പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല.